നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം ഒഴിവാക്കിയിട്ട് മറ്റുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അതേസമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം അതിൽ കാണുന്ന സെറ്റിങ്സ് ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റോറേജ് ആൻഡ് ഡാറ്റ. ഈ ഒരു ഭാഗം കൂടി നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് താഴെയായിട്ട് കാണുന്ന പ്രോക്സി ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന സെറ്റപ്പ് പ്രോക്സി എന്നുള്ള ഈ ഒരു ഭാഗം കൂടി ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രോക്സി ഹോസ്റ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ കാണിച്ചിരുന്നത് പോലെ തന്നെ 1.1.1. ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് താഴെയായിട്ട് കാണുന്ന ഈ ഒരു സേവ് ബട്ടൺ നമ്മളൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് ഇവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും യൂസ് പ്രോക്സി എന്നുള്ള ഭാഗം എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാട്സപ്പ് ഇവിടെ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വാട്സപ്പിൽ പോയിട്ട് ആർക്കെങ്കിലും മെസ്സേജുകൾ അയക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മെസ്സേജുകൾ സെൻഡ് ആവുന്നതായിരിക്കത്തില്ല. ഇനി വീണ്ടും നമുക്ക് ഇൻ്റർനെറ്റ് ഈ ഒരു വാട്സപ്പിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ പോവുക. ശേഷം താഴെയായിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെ പ്രോക്സി ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. നേരത്തെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം നിങ്ങൾ ഡിസേബിൾ